ഹലോ ഗൈസ്, ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് ഹായ്, ഞാൻ അമാന. ഐ ലവ് ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ക്യൂട്ട് വർക്ക്സ് ആൻഡ് ക്യൂട്ട് സ്റ്റഫ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ടു ഗെറ്റ് മൈ ന്യൂ അപ്ഡേഷൻസ്. അപ്പോൾ ഇനി 6-7 ദിവസം കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ക്യൂട്ടും DIY ആയിട്ടുള്ളൊരു മെമോ പാഡിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ഫ്രൂട്ട്സ് തീമിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സോ എന്താണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതുണ്ടാക്കാനായിട്ട് 2 A4 ഷീറ്റ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 2 മെമോ പാഡാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 A4 ഷീറ്റ്സ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ആദ്യം ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 പ്രാവശ്യം അതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് സ്ക്വയേഴ്സ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ നിന്നായിട്ട് നമുക്ക് 12 പീസസ് ആണ് കിട്ടുക. നമ്മൾ മെമോ പാഡിൽ നമുക്ക് എത്ര പേജസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് A4 ഷീറ്റ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് സെയിം മെത്തേഡ് അതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഞാനിവിടെ ആദ്യം അവോക്കാഡോ തീമിലാണ് ചെയ്യുന്നത്. സോ ഒരു ഗ്രീൻ കളർ ഹൈലൈറ്റർ വെച്ചിട്ടാണ് ഞാൻ ബോർഡറൊക്കെ കൊടുത്തത്. നിങ്ങൾക്ക് ഗ്രീൻ സ്കെച്ചും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആകെ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യണത്. ആദ്യം ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്കെച്ച് വെച്ചിട്ട് ഒരു അവോക്കാഡോൻ്റെ ഷേപ്പിലൊക്കെ നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഞാൻ ബോർഡർ കൊടുത്തിട്ടുള്ള സെയിം കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ബ്രൗൺ സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ സീഡൊക്കെ വരച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ വേറെ ഫ്രൂട്ട്സാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഗ്രീൻ്റെ ലൈറ്റും ഡാർക്കും കളേഴ്സൊക്കെ അല്ലെങ്കിൽ ക്രയോൺസൊക്കെ യൂസ് ചെയ്യാം. ഡാർക്കായിട്ട് കൊടുക്കാം, ലൈറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവോക്കാഡോക്ക് ഐസും സ്മൈൽസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് വരച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനതിങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്, കാരണം നമുക്ക് തൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരച്ച് വെച്ചിട്ടുള്ള അവോക്കാഡോ താഴെ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വേറെ എന്താണ് വരച്ചേക്കണെന്ന് വെച്ചാൽ അത് താഴെ ഭാഗത്തേക്കായിട്ട് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെയൊക്കെ ഡിസൈൻസ് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കുക. അടുത്തത് വാട്ടർമെലൺ പിങ്ക് തീമിലാണ് ഞാൻ മെമോ പാഡ് ചെയ്യണത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ ഒന്ന് എടുത്തിട്ട് ബോർഡറൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പിങ്ക് ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ച പോലെയൊക്കെ ആയിട്ട് റെഡ് സ്കെച്ച് വെച്ചിട്ട് ഒരു കോൺ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് കുറച്ച് വൈറ്റ് പോർഷൻ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഗ്രീൻ സ്കെച്ചും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാട്ടർമെലൻ്റെ റെഡ് പോർഷനിലായിട്ട് സീഡ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് ഒരു പെൻ വെച്ച് നിറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പേപ്പേഴ്സും ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ അവോക്കാഡോയും വാട്ടർമെലനൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും ഒപ്പം വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗമ്മ് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അത് ഉണങ്ങുന്ന ടൈമിലായിട്ട് നമുക്ക് അതിന് താഴെയിട്ട് വെക്കാനുള്ള ഒരു കാർഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ഗ്രിഡ്സ് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മെമ്മോ പാഡ് ഞാൻ അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മെമ്മോ പാഡ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഹോം വർക്ക്സും അസൈൻമെൻറ്റ്സും ഒന്നും മറക്കാതിരിക്കാനായിട്ട് ഇതിൽ എഴുതി കൊടുക്കാം. അപ്പം ഡേറ്റും കൂടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എഴുതി കൊടുത്താൽ മാത്രം പോരാ, അത് എടുത്തു നോക്കിയും കൂടെ വേണം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.